തിരുവനന്തപുരം പാറശാല ഷാരോൺ വധക്കേസിലെ ഒന്നാം പ്രതി ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരനും കുറ്റക്കാർ എന്ന് പറയുകയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി. രണ്ടാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ പക്ഷേ വെറുതെ വിട്ടു. അത് ഈ പറഞ്ഞ സംശയത്തിന്റെ ആനുകൂല്യത്തിലാണ് അത് വെറുതെ വിടൽ. നേരത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ അത് പറയുകയും ചെയ്തു. ഈ പറയുന്ന വിഷത്തിന്റെ കുപ്പി, കാപ്പക്സിന് കളനാശിനി കുപ്പി ദൂരേക്ക് വലിച്ചെറിഞ്ഞു എന്നതടക്കമായിരുന്നു കുറ്റങ്ങൾ. പക്ഷേ അത് തെളിയിക്കാൻ ആവശ്യമായ ദൃക്സാക്ഷികൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ തെളിവിൻ്റെ അഭാവം അവിടെ ഉണ്ടായിരുന്നു ഉറപ്പായും. ആ അഭാവത്തിലാണ് അമ്മ പുറത്തേക്ക് പോകുന്നത്. നാളെയാണ് ഈ രണ്ട് പ്രതികൾക്കുള്ള, ഗ്രീഷ്മയ്ക്കും അമ്മാവൻ നിർമ്മലകുമാരനുമുള്ള ശിക്ഷാവിധി പ്രസ്താവം ഉണ്ടാവുക. രണ്ടാം പ്രതി സിന്ധുവിനെ കോടതി വെറുതെ വിട്ടു. അത് തെളിവ് നശിപ്പിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എവിഡൻസിന്റെ അഭാവമാണ്. മൂന്നാം പ്രതിയെ സംബന്ധിച്ചിടത്തോളം തെളിവ് നശിപ്പിക്കലിന് കുറ്റക്കാരനാണെന്ന് കണ്ടു. അതേസമയം ഒന്നാം പ്രതി ഗ്രീഷ്മയെ തട്ടിക്കൊണ്ടുപോകലിനും അതുപോലെ വിഷം കൊടുത്ത് കൊലപാതകം നടത്തിയതിനും പിന്നെ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതും അന്വേഷണ വേളയിലും അല്ലാതെയും തെറ്റിദ്ധരിപ്പിച്ചതിനുമാണ് ഇപ്പോൾ കോടതി കുറ്റക്കാരി എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. മൂന്ന് പ്രതികൾക്കെതിരെയും ശക്തമായ തെളിവുകൾ തന്നെയാണ് പ്രോസിക്യൂഷൻ ഭാഗം, പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹം ഒക്കെ നിരത്തിയത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കോടതി വിധി വന്നിരിക്കുന്നത്. ഇത് വളരെ സങ്കീർണമായ ഒരു കേസാണ്. ആദ്യം തുടക്കം മുതലേ പോലീസ് അന്വേഷണത്തിൽ പല രീതിയിലുള്ള വെല്ലുവിളികളും നേരിട്ടിരുന്നുവെങ്കിലും ശാസ്ത്രീയമായ തെളിവുകൾ പിന്തുടർന്നുകൊണ്ടുള്ള അന്വേഷണമാണ് ഇതിൽ ഒരു ഒടുവിൽ കോടതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. വിധിയറിഞ്ഞ് ഷാരോണിന്റെ മാതാപിതാക്കൾ പൊട്ടിക്കരഞ്ഞു. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് മാതാപിതാക്കൾ ആവശ്യപ്പെട്ടു. രണ്ടാം പ്രതി സിന്ധുവിനെ വെറുതെ വിട്ടതിലുള്ള അതൃപ്തിയും അവർ മറച്ചുവെക്കുന്നില്ല. ഷാരോണിന്റെ പിതാവ് 24 സംസാരിക്കുന്നത് ഞങ്ങൾക്കുള്ള നന്ദി പറയാനുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മറ്റു എന്തും പറയാനുള്ളൂ. ഞങ്ങളെ ഈ കേസിൻ്റെ ഈ വഴി കൊണ്ടെത്തി ഞങ്ങൾക്ക് ഗവൺമെൻറ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. വിനീത് സാറും നല്ല രീതിയിൽ ഞങ്ങൾ ആക്ട് ചെയ്തു. പാറശാല CA ഇപ്പോൾ ഇരിക്കുന്ന CA സജി സാറ്, പിന്നെ ജോൺസൺ സാറ് DSP ക്രൈം ബ്രാഞ്ചിലിരുന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർ. അതിലാണ് ഞങ്ങൾക്ക് ഈ കേസ് ഇങ്ങനെയെങ്കിലും ചെന്നെത്തി. ഇപ്പോൾ ഈ നന്നായി കേസ് അന്വേഷിച്ചെങ്കിലും ഏറ്റവും അവസാനം വിധി വരുമ്പോൾ ഈ അമ്മ മാത്രം രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതിലൊരു ആശങ്കയുണ്ടോ? ആ ഒരു ആശങ്കയുണ്ട്. അവളെ അമ്മ രക്ഷപ്പെട്ടുവല്ലോ, അതിനെ എന്ത് ചെയ്യാൻ പറ്റുമെന്നോ ഞങ്ങൾ ആലോചിച്ചിട്ട് ഞങ്ങൾ തീരുമാനം എടുക്കും. അതിൻ്റെ അത് ഈ അഭിഭാഷകനോടുകൂടി കൂടിയാലോചിച്ചിട്ട് ഹൈക്കോടതിയിലേക്ക് പോകുന്നതായിരിക്കുമോ ചെയ്യുന്നത്? ഞങ്ങൾ നാളത്തെ ഇതും കൂടെ കഴിഞ്ഞിട്ട് ആലോചിച്ചിട്ട് ഞങ്ങൾ തീരുമാനം എടുക്കും. ശരി. ക്യാമറമാൻ സജീവനൊപ്പം ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, പാരസെറ്റമോൾ ഗൂഗിളിൽ തിരയുന്നത് പനി പിടിച്ചിട്ടാണ്, അല്ലെങ്കിൽ പാരക്യൂറ്റ് തിരയുന്ന ആത്മഹത്യാ പ്രേരണ കൊണ്ടാണ് തുടങ്ങിയ പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ ദുർബലമാണ് എന്ന് പറയുമ്പോൾ തന്നെ ദൃക്സാക്ഷികളില്ലാത്ത ഈ കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തും വെല്ലുവിളികൾ, ഇത് ഫുൾ പ്രൂഫായി തെളിയിക്കാൻ കഴിയുമോ എന്ന ആശങ്കകൾ എന്തായാലും ഉണ്ടായിരുന്നു. ഷഫീദ്, ആ പറയുന്ന വെല്ലുവിളികളെ വളരെ ഫലപ്രദമായി മറികടന്ന് വളരെ ഫുൾ പ്രൂഫായി കോടതിയെ ഈ ഒന്നാം പ്രതി കുറ്റക്കാരിയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞു. അതല്ലേ ഈ കേസിന്റെ വിജയം? ഷഫീദ്. ഹാഷ്മി, ഉറപ്പായിട്ടും. അതായത് നേരിട്ട് ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ പോലീസിന്റെ ആദ്യഘട്ട അന്വേഷണം മാത്രവുമല്ല, പ്രത്യേകിച്ച് പോലീസ് നടത്തിയ ചില ജാഗ്രത അതടക്കമുള്ള കാര്യങ്ങൾ ഈ കേസിൽ വലിയ തരത്തിൽ നിർണായകമായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ ജോൺസൺ സാർ കൂടി നമ്മളോട് ചേരുകയാണ്. അതായത് ഈ പാറശാല ഷാരോൺ കേസുമായി ബന്ധപ്പെട്ട ആദ്യത്തെ നിർണായക മൂവുകളൊക്കെ നടത്തുന്നത് ജോൺസൺ സാറാണ്. ഇപ്പോൾ ജോൺസൺ സാർ കാസർഗോഡാണ്. പക്ഷേ എങ്കിൽ കൂടി ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കാൻ അദ്ദേഹം ഇവിടേക്ക് എത്തിയതാണ്. സാർ, ആദ്യം തന്നെ നമ്മൾ ഒരു ഈ വിചാരണയൊക്കെ കഴിഞ്ഞു, ആദ്യഘട്ടവും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഗ്രീഷ്മ കുറ്റക്കാരിയാണ്. ഈ അന്വേഷണത്തിൻ്റെ ഒരു ഓവറോൾ എനിക്ക് ഓർമ്മയുണ്ട്. സാറ് നമ്മൾ ആദ്യമൊക്കെ സാറിനെ വിളിക്കുമ്പം സാറ് പറയുന്നത് ഒരു നോർമൽ കേസല്ല, ഞങ്ങൾക്ക് കുറച്ചുകൂടി ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണം എന്നൊക്കെ പറയുന്നത് ഓർമ്മയുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് നടത്തിയ അന്വേഷണം അതെങ്ങനെയാണ് ഇപ്പോൾ സാർ ഓർത്തെടുക്കുന്നത്? അന്വേഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പാറശാല പോലീസ് സ്റ്റേഷനിൽ ക്രൈം രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആസ്പത്രിയിലായിരുന്ന ഷാരോൺ മരണപ്പെട്ടതിന് ശേഷമാണ് ഡിസ്ട്രിക്ട് ക്രൈം ബ്രാഞ്ച് DSP ആയിട്ടുള്ള എന്നെ അന്വേഷണ ചുമതല ഏൽപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഗ്രീഷ്മയുടെ പല മൊഴികളിലും അതുപോലെ തന്നെ മറ്റ് ചാനലുകാരോട് പറഞ്ഞതിലും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആദ്യം എടുത്ത മൊഴിയിലും ഒക്കെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ വൈരുദ്ധ്യങ്ങൾ എന്തുകൊണ്ടാണ് വന്നതെന്ന് ആണ് ആദ്യം അന്വേഷണം നടത്തിയത്. പ്രത്യേകിച്ചും ഒരു പ്രണയിച്ച് നടന്ന ഒരു പെൺകുട്ടി പറയുന്ന ഒരു മൊഴിയായിട്ട് സ്വാഭാവികമായിട്ട് തോന്നിയില്ല. അതിൽ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഒരു അസുഖം പിടിച്ച ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നതാണെന്ന് തോന്നിയില്ല. അതുകൊണ്ട് തന്നെയാണ് വിളിച്ചു വരുത്തിയിട്ട് കൂടുതലായിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് കടന്നത്. ചോദ്യങ്ങൾ കടക്കുകയും ആ സമയത്ത് ലഭ്യമായ എല്ലാവിധത്തിലുള്ള ഇവൾ നടത്തിയ വോയിസ് ചാറ്റ്, മറ്റ് കാര്യങ്ങൾ, വോയിസ് മെസ്സേജുകൾ, മറ്റ് കോൾ ഡീറ്റെയിൽസ് ഇതെല്ലാം വെച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചില കാര്യങ്ങളിൽ സംശയം തോന്നി, വൃത്തികളിൽ സംശയം തോന്നി, ചില സാഹചര്യങ്ങൾ അതെല്ലാം വെച്ചിട്ട് വീണ്ടും ചോദിച്ചപ്പോൾ
ആണ് ഇത് മാത്രമല്ല ഇതിനു മുമ്പ് തന്നെ ഇയാളെ വകവരുത്തുന്നതിന് വേണ്ടിയിട്ട് ജ്യൂസ് ചലഞ്ച് നടത്തിയിരുന്നെന്നും അതിൽ പിന്നെ അന്ന് കഷ്ടിച്ചാണ് ഇയാൾ രക്ഷപ്പെട്ടതെന്ന് മനസ്സിലായത്. അപ്പോൾ അതൊരു ജ്യൂസ് ചലഞ്ചിൽ ഈ ഗുളിക കലർത്തി എന്ന് മനസ്സിലായപ്പോൾ തന്നെ നമ്മളിതിൽ ഉറപ്പിച്ചു ഇത് രണ്ടാമതോ മൂന്നാമതോ നടന്ന അറ്റംപ്റ്റ് ആയിരിക്കും. പിന്നെ എന്ത് കലർത്തി അല്ലെങ്കിൽ എങ്ങനെ ചെയ്തു എന്ന് മാത്രമാണ് അറിയേണ്ടത്. അത് ഒക്ടോബർ 25 ഷാരോൺ മരിക്കുന്നു. ഒക്ടോബർ 30 നമ്മൾ ഈ PMGയിലെ നമ്മുടെ SP ഓഫീസിലേക്ക് ഇവരെ മൊഴിയെടുക്കാൻ വേണ്ടി വിളിച്ചു വരുന്നത്. ഈ 5 ദിവസത്തിനിടയിൽ നമ്മൾ ഷാരോണിന്റെ ഫോൺ പരിശോധിക്കുന്നു, വെബ് സെർച്ച് പരിശോധിക്കുന്നു, ഇവരുടെ ചില ഫോട്ടോകളടക്കം, അതൊക്കെയല്ലേ ഇതിനകത്ത് ഈ 5 ദിവസം വലിയ നിർണായകം. അതെ, 5 ദിവസം കൊണ്ട് നിർണായകമായിട്ടുള്ള രീതിയിലുള്ള നമ്മൾ ഇവരറിയാതെ തന്നെ അവരുടെ പുറകെ പോവുകയോ അവരെ വിളിപ്പിക്കുകയോ നമ്മൾ ചെയ്തില്ല. അവരെ വിളിച്ച് ചോദ്യം ചെയ്തില്ല. അതിനു മുമ്പ് അവർക്കെതിരെയുള്ള തെളിവുകൾ ശേഖരിച്ച് വെച്ചതിന് ശേഷമാണ് നമ്മൾ അവരെ വിളിച്ചത്. അതായത് അവർ തന്നെ ഉണ്ടാക്കിയെടുത്ത തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ശ്രമം. അതിൽ നമ്മൾ വിജയിക്കുകയും ചെയ്തു. ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ വെറും കാഷ്വലായിട്ട് ചോദിച്ചു, പിന്നീടും ചോദിച്ചു, പിന്നീട് ഓരോന്നായിട്ടുള്ള തെളിവുകൾ ചോദിച്ച് ഉത്തരം മുട്ടുന്ന അവസ്ഥയിലും എത്തിയപ്പം ചുറ്റും തെളിവുകൾ നിരത്തി ചോദിച്ചപ്പോൾ കുറ്റത്തിലേക്ക് കടന്നു. പിന്നെ അത് കൂടുതലായിട്ടുള്ള അന്വേഷണം നടത്തി. നമ്മൾ ഈ കോടതിയിലേക്ക് ഒരു കേസ് കൊടുക്കും മുൻപ് ഏറ്റവും നിർണായകമായി മാറുക ഒരു എവിഡൻസ് കളക്ഷൻ, അത് കൃത്യമായി കൺസോളിഡേറ്റ് ചെയ്ത് പ്രോസിക്യൂഷനെ ഏൽപ്പിക്കുകയാണ് പോലീസിൻ്റെ ഉത്തരവാദിത്തം. ഇവിടെ നമുക്ക് സാക്ഷിമൊഴികളില്ല, പക്ഷേ ഷാരോണിൻ്റെ മരണമൊഴി ഉണ്ടായിരുന്നു. 2 ചില വെബ് സെർച്ച് അടക്കമുള്ള ഡിജിറ്റൽ എവിഡൻസ്, ഇതൊക്കെ പോലീസ് എങ്ങനെയാണ് ക്രോഡീകരിച്ചെടുത്തത് സാർ? ക്രോഡീകരിച്ചെടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അന്നത്തെ ദിവസം പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഗ്രീഷ്മ ചെയ്ത കാര്യമല്ല. ഇതിനു വേണ്ടിയിട്ട് നിരന്തരം ഒരു വർഷത്തോളമായിട്ട് ഇതിനുള്ള ആസൂത്രണം നടത്തിയതാണ്. എങ്ങനെ ഇയാളെ വകവരുത്താം. പ്രത്യേകിച്ച് ഗ്രീഷ്മയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നു. ആ വിവാഹത്തിൻ്റെ തീയതി അടുത്ത് വരികയാണ്. ആ തീയതി അടുത്ത് വരുന്നതിന് മുമ്പ് ഇയാളെ പിന്മാറ്റുന്നതിന് വേണ്ടി മറ്റ് പല ശ്രമങ്ങളും മറ്റ് കൊലപാതകം ചെയ്യാനുള്ള ശ്രമങ്ങളും നടത്തി പരാജയപ്പെട്ടു. അപ്പോൾ ഇനിയും നീണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാഹ ഡേറ്റ് വരികയും ഇയാൾ പിന്മാറാണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ വിഷയമാവുമെന്ന ഘട്ടത്തിലേക്ക് വന്നപ്പോഴാണ് നിരന്തരമായിട്ടുള്ള രീതിയിലുള്ള സെർച്ച് നടത്തി, അല്ലെങ്കിൽ ഇത് സംശയമില്ലാതെ രീതിയിൽ സ്വാഭാവിക മരണമാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന രീതിയിൽ ചെയ്യാമെന്ന് പ്രതി ആലോചിക്കുകയും അതിനുവേണ്ടിയുള്ള റിസർച്ചുകൾ ചെയ്യുന്നു. അത് നമ്മൾ അതിൻ്റെ പുറകെ പോയിട്ട് ഓരോന്ന് ചെയ്തതും ക്രോഡീകരിച്ച് കണക്ട് ചെയ്ത് ഒന്നിനു പുറകെ ഒന്നായിട്ടുള്ള തെളിവുകൾ നമ്മൾ ശേഖരിച്ചു. ചോദ്യം അത് അന്നേ ഞാൻ സാറിനോട് ചോദിക്കണമെന്ന് വിചാരിച്ചാണ്. സാറാണ് നമ്മൾ ഈ ഗ്രീഷ്മയുമായി പലയിടത്ത് തെളിവെടുപ്പിന് പോയത്. തമിഴ്നാട്ടിൽ പോകുന്നു, നമ്മുടെ പാലത്തിൻ്റെ അവിടെ പോകുന്നു, തിരിച്ച് ശംഖുമുഖത്തേക്ക് വരുന്നു. ഈ തെളിവെടുക്കുന്ന ഘട്ടത്തിലൊക്കെ ഗ്രീഷ്മയുടെ ഒരു മനോവ്യവസ്ഥ രക്ഷപ്പെട്ടു പോകാമെന്നുള്ളതായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. രക്ഷപ്പെട്ടു പോകാമെന്നുള്ള രീതിയിലായിരിക്കാം. എന്ന് പറഞ്ഞാൽ പോലീസ് വളരെ നല്ല രീതിയിലാണ് പെരുമാറിയതും മറ്റു കാര്യങ്ങളും. ഇത് നമുക്ക് തെളിവുകൾ ലഭിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പം ഇതൊന്നും ചിലപ്പം മറ്റെന്തെങ്കിലും ഉപദേശം കിട്ടിയതിൻ്റെയൊക്കെ ഫലത്തിലായിരിക്കാം. ഇതൊന്നും വലിയ ശക്തമായ തെളിവുകളല്ല എന്ന് ആരെയും തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം. വളരെ കൂളായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഹാപ്പി ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റമായിരുന്നു ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പം അത് നമുക്ക് ഗുണം ചെയ്തു. ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുകയും ചെയ്തു. അന്നൊക്കെ മാധ്യമങ്ങൾ നമ്മൾ പ്രതിയായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്നു എന്നൊരു പരാതി പറഞ്ഞിരുന്നു. പക്ഷേ പ്രതികളെ പല രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടി വരും. അതിൻ്റെ ഒരു ഭാഗമാണ് അത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പൂവാർ തിരോധാന കേസ്, അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കാസർഗോഡ് പോയിട്ട് മറ്റൊരു ഡിറ്റക്ഷൻ, കരിയറിലെ ചലഞ്ചിങ് കേസായിരുന്നോ ഷാരോൺ കേസ്? ഷാരോൺ കേസ് ഒരു ചലഞ്ചിങ് കേസാണ്. ആ ചലഞ്ചിങ് കേസ് തന്നെയായിട്ടാണ് നമ്മൾ കരുതുന്നത്. അത് ഇത്രയും എത്തിച്ചതിൽ വളരെയധികം സംതൃപ്തിയുണ്ട്. താങ്ക് യു സാർ, താങ്ക് യു. ഏതായാലും നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജോൺസൺ സാറായിരുന്നു നമ്മളോട് സംസാരിച്ചത്.